ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ട്രസ്ലിച്ചസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസിനായി 2 എഗ്ഗാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 kg കേക്കിൻ്റെ മെഷർമെൻ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് നല്ലപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഓയിൽ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. 3 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 4 ഇഞ്ചിൻ്റെ ബേക്കിംഗ് മോൾഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ വെച്ച ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് സ്റ്റൗവിലാണ് ഇന്ന് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിൽ അടിയിലൊരു തട്ട് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 25-30 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2-3 തവണയായി ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി കേക്കിലേക്കുള്ള മിൽക്ക് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് ക്രീം, വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമും നിങ്ങൾക്ക് ചേർക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ്. 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് നന്നായി ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിൽക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. ഇതുപോലുള്ള ഡിസ്പോസിബിൾ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് എല്ലാ ബേക്ക് ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് 15 രൂപയാണ്. ഇനി ഈ കേക്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്ക് മിക്സ് എടുത്ത് കേക്കിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായി ഒഴിക്കേണ്ട, ഒരു പകുതി കണ്ടൊഴിച്ചാൽ മതി. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക്
ഇഷ്ടമുള്ള നോസിൽ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാം. ഞാനിത് ഐസിംഗ് ബാഗിന് ഒരു നോർമൽ ഹോൾ ഇട്ട് കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പിസ്താഷ്യൂ പൊടിച്ചതും എഡിബിളായ റോസ് പെറ്റൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ട്രെസ്ലെച്ചസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്ക് മിക്സിൻ്റെ ബാക്കിയാണിത്. നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുമ്പോൾ കേക്കിൻ്റെ കൂടെ ഇതൊരു ചെറിയ ഇതുപോലൊരു ബോക്സിലാക്കിയാണ് കൊടുക്കാറുള്ളത്. ഈ ഒരു ബോക്സും കടയിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.